പക്ഷെ ഒരു ടൈം വരും വെൻ her body was telling, please let me go. So ആ സമയത്താണ് I told the husband, please let her go. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരൊന്ന് ഹഗ് ചെയ്തിട്ട് ഒന്ന് സ്നേഹത്തോടെ ഗുഡ് ബൈ പറയൂ. അതൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് within 2 hours she passed away. അത് ഒരു 7 വയസ്സുള്ള കുട്ടിയായിരുന്നു. She had ovarian cancer. ഓവറിയുടെ ഒരു ക്യാൻസർ ആയിരുന്നു. അവളുടെ സ്റ്റമക്ക് വാസ് ദിസ് ബിഗ്. ഒരു 9 months പ്രഗ്നൻസി പോലത്തെ അത്രയും വലിയ സ്റ്റമക്ക് ആയിരുന്നു. അതെൻ്റെ ഫസ്റ്റ് ഡെത്ത് ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞ പ്രകാശത്തിൽ ഫുൾ ഗ്രീൻ ആയിട്ട് പീക്കോ ഗ്രീൻ ആയിട്ട് മാറി. റൂട്ട്സ് കണ്ടോ? ഗ്രോ ചെയ്ത് see the roots hanging like that. നല്ല ഭംഗിയുണ്ട്. ലൈക്ക് ഇതിനകത്ത് ഫുൾ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? പക്ഷെ ശരിക്കും അത് നമ്മൾ അത്രയും പേടിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് എന്നോടൊപ്പമുള്ള ഡോക്ടർ സിന്ധു എസ് നായർ പറയുന്നത്. മാഡം, ശരിക്കും നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ട കാര്യമാണോ ക്യാൻസർ എന്ന് പറയുന്നത്? അങ്ങനെ ഒന്നില്ല. ദ തിങ് ഇസ് നമ്മുടെ ബോഡീനെ ശ്രദ്ധിക്കണം. ആസ് ഏർലി ആസ് പോസിബിൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ബോഡീനെ കെയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതൊക്കെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഓൾറെഡി ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ബോഡി നല്ലപോലെ നോക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പടരത്തില്ല. സോ ദ തിങ് ഈസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഇൻ ദ സെൻസ് ഭക്ഷണം നല്ല ഹെൽത്തി ഭക്ഷണം, ഓർഗാനിക് ഭക്ഷണം. നമുക്ക് ഒരു ചെറിയ കിച്ചണിൻ്റെ ഗാർഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാമല്ലോ, വിതൗട്ട് എനി പെസ്റ്റിസൈഡ്സ് ഓർ എനിത്തിങ്. പിന്നെ നമ്മളുടെ എൻവയറമെൻറ്റ്, നമ്മൾ സണ്ണിലോട്ട് പോകുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കണം. അറ്റ്ലീസ്റ്റ് എല്ലാം 2 മണിക്കൂർ വെച്ചിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ കാലമാണെങ്കിൽ റേഡിയേഷൻ കുറച്ചും കൂടെ കൂടുതലാണ്. നമ്മുടെ ഓസോൺ ലെയർ വാട്ട് ഇസ് ദെയർ ഈസ് ഓൾമോസ്റ്റ് ഡിമിനിഷിങ്, ഓൾമോസ്റ്റ് 0 ആണ് പോകുന്നുണ്ട്. സോ അത് ഡയറക്റ്റ് റേഡിയേഷൻ ആണ് വരുന്നത് നമ്മുടെ ബോഡിയിലോട്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ്. നമ്മളുടെ കയ്യിൽ സാധനമുണ്ട്, അപ്പോൾ നമുക്ക് ഉപയോഗിക്കണമല്ലേ, അല്ലേ? പിന്നെ ദെൻ അതർ തിങ്സ് ആർ വാക്സിനേഷൻസ്. നമ്മൾ കൃത്യമായിട്ട് HPV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഓൺ ദ ഷെഡ്യൂൾ ഡേറ്റ്സ് ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് us ഫ്രം മെനി അതർ ക്യാൻസർ പ്രോബ്ലംസ്. ഓക്കെ, സോ ലൈക്ക് ലിവർ ക്യാൻസർ, ലൈക്ക് വെജൈനൽ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, അതൊക്കെ എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ വിമൻ ലൈക്ക് എല്ലാം നമ്മുടെ 30 വർഷം കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. അത് എല്ലാം വിമന് പഠിക്കണം. അത് എങ്ങനെയാണ് ചെയ്യണം? ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രൊസീജിയർ. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ. അപ്പോൾ ഡയറക്റ്റ്ലി അത് ആ വിവരം വെച്ചിട്ട് നമുക്ക് ഫർദറായിട്ട് വി ക്യാൻ ഗോ. ആൻഡ് ജെനറ്റിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ജെനറ്റിക്കലി ഒല്ലി it only comes from 5 to 10% chances മാത്രമേ ജെനറ്റിക്കലി ത്രൂ ആണ് ക്യാൻസർ സെൽസ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ സ്ട്രെസ്, ഇപ്പോഴത്തെ കാലത്ത് സ്ട്രെസ്സാണ് മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ബോഡി. അത് ഡയറക്റ്റ്ലി നമ്മുടെ ബോഡീനകത്ത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ക്യാൻസർ, അതൊക്കെ എല്ലാം വരും. പിന്നെ ദ തിങ് അബൌട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഞാൻ പറഞ്ഞല്ലേ എക്സസൈസ്. ഞാനൊരു ജിം പോകുന്ന വ്യക്തിയാണ്. ഐ ലവ് ജിം. ഓക്കെ, ആൻഡ് ഐ ഗോ റെഗുലർലി. ജിം പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് ഫോർ മീ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് മൈ ഡേ പ്രോപ്പർലി ഓർ എനിത്തിങ്. ജിം ആൻഡ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്, നമ്മുടെ സ്ത്രീകൾക്ക് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അറ്റ് വൺ ഏജ് the ladies' hormones and all starts depleting. ബോൺ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യുവാണെങ്കിലോ അറ്റ് ദ ഏജ് ഓഫ് 70 or 80
വി വിൽ ബി റണ്ണിങ് എ മാരത്തോൺ. അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ എല്ലാം ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി പ്രിവെൻറ്റ് ക്യാൻസർ. സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ മാം, ബ്രസ്റ്റ് ക്യാൻസർ ആണോ കൂടുതലായിട്ടും കണ്ടുവരുന്നത്? Mostly, yes. Breast cancer is the most commonest in India. And after that, you have the vaginal cancer and the uterine cancer. അത് ഇപ്പൊ നമുക്കത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്ത്രീകൾ പ്രത്യേകം ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ പറഞ്ഞു, Yes, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയല്ലേ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. yes. എന്നാലും ആ ഒരു ഫുഡ് ഹാബിറ്റ്സിലും അതിലും ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കും? That's what I said. The food habits, like I said, organic food, healthy organic food, leafy green vegetables. നമ്മൾ വിതൗട്ട് പെസ്റ്റിസൈഡ്, ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഒരു കിച്ചൺ ഗാർഡൻ നമ്മൾ വെക്കുകയാണെങ്കിൽ വീട്ടിൽ, ഈവൻ ഇഫ് ഇറ്റ്സ് എ ഫ്ലാറ്റ്, നമ്മുടെ ബാൽക്കണിനകത്ത് നമ്മുടെ റിക്വയർഡ് വെജിറ്റബിൾസ് നമ്മൾ ഇത് ഗ്രോ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ് വിതൗട്ട് എനി ടെൻഷൻ. ലൈക്ക് നമ്മുടെ ഓണിയൻസ്, ടൊമാറ്റോസ്, ചില്ലീസ്, ബേസിക്. ഓക്കെ. പിന്നെ ബാക്കി ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഓർഗാനിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് നോ ഹാം ഇൻ ഡൂയിങ് തിങ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഫ്രൈഡ് ഐറ്റംസ്, ലൈക്ക് ഇവിടെ നമ്മളുടെ ട്രിവാൻഡ്രം ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഹിറ്റ് ഫോർ കടി, അല്ലേ? നമ്മളുടെ ചായയുടെ കൂടെ കടി വേണം. പക്ഷെ അത് എത്ര ടോക്സിക് ആണെന്ന് അറിയാം. ദാറ്റ് ഓയിൽ that they fry the items, that oil reusing, and it becomes poisonous. Okay, so that clogs the arteries. പിന്നെ അതിന് വരുന്നത് കൊളസ്ട്രോളും, പിന്നെ നമ്മളുടെ കാർഡിയാക് പ്രോബ്ലംസ് വിൽ കം ഇൻ ദാറ്റ്. പിന്നെ നമുക്ക് മെഡിസിൻ എടുക്കണം. ഈ മെഡിസിൻ ആണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആക്ച്വലി we can actually avoid and live a very carefree life without medicines. Apart from being a doctor, I like this natural things. നമ്മുടെ ബ്ലഡ് കൂടാനായിട്ട്, നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് കൂടാനായിട്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനായിട്ട് അതിൻ്റെ സീക്രറ്റ്സ് എല്ലാം അറിയാം വിതൗട്ട് മെഡിസിൻ. ഓക്കെ. ഡോക്ടർ, ഒരു പേഷ്യന്റ് ഇപ്പം ക്യാൻസർ ഡയഗ്നോസ്ഡ് ആണെന്ന് അറിയുമ്പോൾ അവർ ആദ്യം, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അവരെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? ദ ഫസ്റ്റ് എലിമെന്റ് വിൽ ബി ലൈക്ക്, അവരിങ്ങനെ ചോദിക്കും, എന്തിനാ ഞാൻ എന്തിനാ, why me? That is what their first question is. എല്ലാരും ഇതാണ് ചോദിക്കുന്നത്. So when they ask why me, that is when we come and we try to tell them that things have changed in such a way that it will only make you a better person. And what you have to see for the future, in the sense നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പിള്ളേർ, അങ്ങനെയൊക്കെയെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് കുറച്ചും കൂടെ കൗൺസിൽ ചെയ്തിട്ടാണ് നമ്മൾ പെപ്പപ്പ് ചെയ്യുന്നത്. പക്ഷേ ആ വാക്ക് വൈ മീ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹോണ്ടിങ് ക്വസ്റ്റ്യൻ, ബിക്കോസ് പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ഓവർ ഇറ്റ്. ഈ ഒരു മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് വന്നാലാണ്, ഇപ്പം പറഞ്ഞു കേൾക്കാറുണ്ട് ക്യാൻസർ പേഷ്യൻസിനൊക്കെ അവർ പെട്ടെന്ന് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ ഒരു എഫക്റ്റീവ്നെസ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് തോന്നുന്നു. ഇത് ശരിയാണോ? അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് മാറ്റേഴ്സ് ആണോ ഭയങ്കര? യെസ്. സം പീപ്പിൾ, നമ്മുടെ കുറച്ച് ഫാമിലീസ് ഉണ്ട്, അവർ പറയും, ലൈക്ക് സപ്പോസ് അവരുടെ ഫാദറിന് അസുഖം വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, അയ്യോ അച്ഛനടുത്ത് ഒന്നും പറയല്ലേ, കാരണം അച്ഛന് ഡൗൺ ആയി പോകും. ഓക്കെ. പക്ഷേ ദ തിങ് ഈസ്, അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ തോട്ട് പ്രോസസ് അല്ല. കാരണം അവരുടെ ബോഡി, അവരുടെ അനുഭവം, ആൻഡ് ദേ നോ എവറിഥിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദിയർ സിസ്റ്റം, അല്ലേ? അപ്പം നമ്മളുടെ വിചാരം, ലൈക്ക് ഐ ബി തിങ്കിങ് ദാറ്റ് നോ ഹി ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ദി ഡിസീസ്. പക്ഷേ അച്ഛനാണെങ്കിൽ എല്ലാം അറിയാം, അല്ലേ? കാരണം ഹിസ് ബോഡി ഈസ് ഷോയിങ് ദ സിംറ്റംസ്, ഹിസ് ബോഡി ഈസ് ഷോയിങ് ദ സൈൻസ്. അപ്പോൾ that shouldn't be the case, in the sense like they might go into depression, but it's very easy to bring them out of it. നമ്മൾ കുറച്ച് കൗൺസിലിംഗ്, പോസിറ്റീവ് നേച്ചർ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക്, സന്തോഷം സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കലി they will come out of it. പിന്നെ the thing is, they fear that, the family actually fears that ചിലപ്പോൾ നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാവത്തില്ല, because they are in that depressive side. പക്ഷെ അങ്ങനല്ല. അത് മെഡിസിൻ കൊടുത്ത് കഴിഞ്ഞിട്ട് they will come out of it, and when they come out of it they will start showing positive emotions, അല്ലേ? അപ്പോൾ അവർ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ they can fight this disease. ആൻഡ് കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, പേഷ്യൻ്റ് നല്ല പോസിറ്റീവും നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ they can really fight the cancer. It's അത്ഭുതം, പക്ഷേ it's beautiful to see that way.
നമ്മളെല്ലാവരും പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് അല്ലെ? പക്ഷെ പണം കൊണ്ട് നേടാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു രോഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ മാമിന്? See, yeah, obviously. I have seen the richest of richest people falling into the cancer, society, I can say. But the thing is, ചിലപ്പം they come out of it, ചിലപ്പം they get stuck out of it. And അതൊരു repetitive process ആയിട്ട് മാറിക്കൊണ്ട് പോകും. So, no matter how much money you have in this world, okay, if you are not genuinely good as a person, it is going to attack you in a very different way. That is all I can say. അതിൻ്റെ കുറേ ഡീപ്പ് മീനിങ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്ത് പറ്റിയെന്ന്, there was a family of two, just husband and wife. വൈഫിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ആൻഡ് അറ്റ്ലീസ്റ്റ് 2 വർഷം കണ്ടിന്യൂസ്ലി നമ്മൾ തെറപ്പി എല്ലാം കൊടുത്ത് ഹൈ എൻഡ് മീൻസ് ഒരു 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 സൈക്കിൾ ഓഫ് കീമോതെറപ്പി മൈറ്റ് കോസ്റ്റ് അറൌണ്ട് 4 to 5 lakhs അങ്ങനത്തെ ഒരു തെറപ്പി ആയിരുന്നു. അത് ഇങ്ങനെ നീട്ടി 2 വർഷം സംഹൗ പുൾ ഓൺ ചെയ്തു ആ മാഡം. പിന്നെ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്തു, ബ്രെയിനിലോട്ട് എഫക്റ്റ് ചെയ്തു. നമ്മൾ ഇഞ്ചെക്ഷൻസ്, കീമോതെറപ്പി ത്രൂ ഇഞ്ചെക്ഷൻ, സ്പൈനൽ കോഡ് ത്രൂ നമ്മൾ ബ്രെയിനിലോട്ട് കീമോതെറപ്പിയും കൊടുത്ത് തുടങ്ങി. പേഷ്യൻ്റ് പക്ഷേ കൊലാപ്സ് ആയിട്ട് ICUലോട്ട് പോയി. ഓക്കെ, ICUലോട്ട് ഷീ സ്റ്റേഡ് ഫോർ അറ്റ്ലീസ്റ്റ് 1.5 months. 1.5 months ഷീ വാസ് കോമറ്റോസ്. പക്ഷെ എല്ലാം ലൈഫ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കീമോ എല്ലാം നിർത്തി, കാരണം ഒരു പ്രയോജനം ഇല്ലായിരുന്നു. പക്ഷേ 1.5 months ഓഫ് ICU കെയർ, അത് യു കെൻ ഇമാജിൻ ഹൗ മച്ച് മണി ഹി ഹാസ് ബീൻ സ്പെൻഡിങ് ഫോർ ദാറ്റ് ലേഡി. പക്ഷെ ഒരു ടൈം വരും വെൻ ദ ബോഡി, ഹെർ ബോഡി വാസ് ടെല്ലിങ് പ്ലീസ് ലെറ്റ് മീ ഗോ. ആ സമയം നമ്മൾ കാണാം, നമ്മൾക്ക് കണ്ടുപിടിക്കാം. സോ ആ സമയത്താണ് ഐ ടോൾഡ് ദ ഹസ്ബൻഡ് പ്ലീസ് ലെറ്റ് ഹർ ഗോ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരൊന്ന് ഹഗ് ചെയ്തിട്ട് ഒന്ന് സ്നേഹത്തോടെ ഗുഡ് ബൈ പറയൂ. അതൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് വിതിൻ 2 hours ഷീ പാസ്ഡ് അവേ. സോ ഇതൊക്കെ എല്ലാം അത്ഭുതമാണ്. ഇറ്റ്സ് നോട്ട് മെഡിസിൻ, ഇറ്റ് ഈസ് നോട്ട് സയൻസ്, ഇറ്റ് ഈസ് വെരി സ്പിരിച്വൽ. മാം, ഈ ലൈഫ് ആൻഡ് ഡെത്ത് ഇതിനിടയ്ക്കുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഇത് പേഴ്സണലി മാമിനെയും എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? ഒരു പേഷ്യന്റിനെ, രോഗിയെ കാണുന്ന പോലെ തന്നെ അത് ആ ഡോക്ടറിനെയും എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഒരുപാട് പേഴ്സണൽ ആയിട്ട് എടുക്കാറുണ്ടോ, അതോ അതെങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്ത് വിടുന്നത്? ഓക്കെ, ഇനിഷ്യലി ഞാൻ പഠിക്കുന്ന സമയത്ത്, PG ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡെത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഓക്കെ, അത് ഒരു 7 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഷീ ഹാഡ് ഒവേറിയൻ ക്യാൻസർ, ഓവരിയുടെ ഒരു ക്യാൻസർ ആയിരുന്നു. അവളുടെ സ്റ്റമക്ക് വാസ് ദിസ് ബിഗ്, ഒരു 9 months പ്രഗ്നൻസി പോലത്തെ അത്രയും വലിയ സ്റ്റമക്ക് ആയിരുന്നു. അതെൻ്റെ ഫസ്റ്റ് ഡെത്ത് ആയിരുന്നു. ഐ വാസ് വെരി ഇമോഷണൽ obviously because I was taking care of that child during നമ്മൾ PG ആയിരുന്നു. നമ്മൾ like it's a fresh thing. I am studying for oncology and it's a fresh thing, first sight of death. So it was very much shattering. എനിക്ക് ഭയങ്കര മൈൻഡ് ഷാറ്ററിങ് ആയിരുന്നു. യെസ്, എനിക്ക് ഒരാഴ്ച എടുത്തു അത് പുറത്ത് വരാനായിട്ട്. പക്ഷേ ആസ് ടൈം ഗോസ് നമ്മൾ അത് യൂസ് ടു ആയി പോവും. നമ്മൾ ആ ബോണ്ടിങ് ഡെഫിനറ്റ്ലി വെക്കും. ഇമോഷണലി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യും. ഓക്കെ, യെസ്, വി ഡു ഫീൽ എംപത്തി. നമ്മളുടെ എംപത്തി ഉണ്ട്, കമ്പാഷൻ ഉണ്ട്, വി ലൈക്ക് ടു ജെൽ വിത്ത് ആ പേഷ്യൻസ്, അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സെൽഫ് കൺട്രോൾ വേണം. ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇറ്റ്സ് ഐ ട്രൈ ടു ഡു ഇറ്റ്. A detachment, I cannot say detachment. I still find each and every one very close to me, but I control my emotions. മാഡം, ഡോക്ടേഴ്സ് പേഷ്യന്റിന്റെ അടുത്ത് എപ്പോഴും ഓപ്പൺ അപ്പ് ആവണോ, അതോ ചില സമയത്ത് പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടി വരാറുണ്ടോ? മോസ്റ്റ് ഡോക്ടേഴ്സ് ഐ നോ അവർ മറച്ചു വെക്കും, തിങ്കിങ് ദാറ്റ് പേഷ്യൻറ്റ് ഡൗൺ ആയി പോവോ, ഡിപ്രസ്ഡ് ആയി പോവോ എന്തെങ്കിലും. പക്ഷെ ഞാനാണെങ്കിൽ ഞാൻ തുറന്ന് പറയും. പക്ഷെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയത്തില്ല. ജസ്റ്റ് ഒരു വേ ഉണ്ട്, നമ്മളൊരു വേ ഉണ്ട് അതെങ്ങനെ പറയണ്ടേ. ഒരു നല്ല പോലെ ഒരു ഇമോഷണൽ ഇതാണല്ലോ, കാറ്റഗറി ആണല്ലോ ഇത്, എങ്ങനെ അവർ ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അതെല്ലാം ടേക്കൻ ടു കൺസിഡറേഷൻ ചെയ്തിട്ട് മാത്രമേ ഞാൻ അവരടുത്ത് തുറന്ന് പറയും. അതും പതുക്കെ ആയിട്ട്. അത് എൻ്റെ ഒരു രീതിയുണ്ട്, അത് ഞാൻ ഫോളോ ചെയ്യും. ഓക്കെ,
നമ്മളിത് ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മാം എങ്ങനെയാണ് പേഷ്യൻസിനോട് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ലൈക്ക് ഒരു ഗാർഡനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ അവരുടേതായിട്ടുള്ള പാഷൻ ഫോളോ ചെയ്യുന്നത്? Oh, yes. I always tell them that, see, എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യണം. ഈതർ എക്സസൈസ്, ഈതർ ഗാർഡനിങ്. കാരണം ഗാർഡനിങ് ആണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഫുൾ സ്ട്രെസ് മാറ്റിക്കളയും. നമ്മൾ ജസ്റ്റ് ഒരു പ്ലാന്റിൽ നമ്മൾ വി ജസ്റ്റ് ടച്ച് ആൻഡ് വി ടോക്ക് ടു ദം, അവർ തിരിച്ച് സംസാരിക്കും. ഐ എം നോട്ട് മാഡ്, ബട്ട് റിയലി നമ്മൾ ഒരു പ്ലാന്റിൽ ജസ്റ്റ് സേ ഹലോ, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, എന്തുകൊണ്ട് മോളെ, അവർ വന്നിട്ട് കിസ് ചെയ്യും. അറിയോ, ദിസ് ഇസ് എ ബിഗ് തിങ്. മാം, നേച്ചർ ആൻഡ് ഹീലിംഗ് ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് വിശ്വസിക്കുന്നുണ്ടോ? Of course, nature and healing is very, very important. കാരണം, like I told you, if, see this, she knows what's happening. അല്ലേ, നമ്മൾ how we behave with nature, nature will behave with you back. നമ്മൾ, there's a saying, what goes around comes around, right? So if we love the nature will protect us. That is what I wanted to bring it out to the open. I want to teach people that it is very important that നമ്മൾ നേച്ചറിനെ കൺസേർവ് ചെയ്യണം, നമ്മൾ പ്രിസേർവ് ചെയ്യണം. അങ്ങനെ പോകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് തിരിച്ച് പ്രൊട്ടക്ഷനെ ആവത്തുള്ളൂ, അല്ലേ? മാമിന്റെ ഈ സമീഷ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പിന്നിലെ കഥ എന്താണ്? ഓക്കെ, സമീഷ ഇസ്, സാം ഈസ് മൈ ഹസ്ബൻഡ്സ് നെയിം, സമീർ ആൻഡ് ഐഷ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അവർ രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടാണ് സമീഷ വെന്ന്. സമീഷ അതർവൈസ് നമ്മുടെ സംസ്കൃതത്തിൽ ഇറ്റ്സ് കോൾഡ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി പെർഫെക്റ്റ് നെയിം. ഞാൻ ഈ വിത്ത് ദ പാഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് വിത്ത് മൈ ആർട്ടിസ്റ്റിക് വർക്ക് ആൻഡ് മൈ ടെറേറിയം വർക്ക്ഷോപ്പ്, അതൊക്കെല്ലാം ഇറ്റ്സ് നല്ലൊരു മാച്ചാണ്. നമ്മളൊരു ചില്ലുകൂടിനകത്ത് ചെടികളെ സംരക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത്, മേഡം അത് എങ്ങനെയാണ് അതിനകത്തേക്ക് തിരിയുന്നത്? ടെറേറിയം ഇൻ ദ സെൻസ്, അത് നമ്മളൊരു 2 വർഷമായിട്ട് ഐ ബീൻ ഡൂയിങ് ഇറ്റ്. അതിന് മുന്നേ ലൈക്ക് ദ തിങ് ദാറ്റ് യു സെഡ് അബൌട്ട് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഐ എം എ സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ്, ഡാൻസറും ആണ്, പാട്ടും പാടും കർണാട്ടിക്. പിന്നെ എൻ്റെ പാഷൻ ആണെങ്കിൽ പ്ലാന്റ്സ്. ഓക്കെ, ഐ ലവ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഐ സ്റ്റാർട്ടഡ് കളക്ടിങ് എ ലോട്ട് ഓഫ് പ്ലാന്റ്സ്. ആന്തൂറിയം കളക്ടറാണ് ഞാൻ. പിന്നെ ഇതൊക്കെ എല്ലാം നമ്മൾ എല്ലാം ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് മോർ പ്ലാന്റ്സ്. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ടെറേറിയം വന്നു. ഓക്കെ, ഞാൻ കുറേ ഓൺലൈൻ പഠിച്ചു, കുറേ നമ്മളുടെ ടെറേറിയമിൻ്റെ ടെറേറിയം ആർട്ടിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറേ ഔട്ട് ഓഫ് ഇന്ത്യയിലുണ്ട്. ഐ ഹാവ് സോ മെനി കോൺടാക്ട്സ് ഇൻ അമേരിക്ക. ഓക്കെ, പിന്നെ അവരെടുത്ത് കോച്ചിങ്, ലൈക്ക് ഓൺലൈൻ കോച്ചിങ്, ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ യൂസ് ടു ആസ്ക്. അങ്ങനെ വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് ടെറേറിയം 4x3 ഫീറ്റിൻ്റെ ടെറേറിയം അവിടെ വേറെ എന്തെങ്കിലും ഉണ്ട്. സോ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് എക്സിബിഷൻസ് ഫോർ ടെറേറിയംസ്. സോ ബേസിക്കലി ടെറേറിയം ആണെങ്കിൽ നമ്മളുടെ ഇറ്റ്സ് എ സെൽഫ് സസ്റ്റൈനിങ് ഈക്കോസിസ്റ്റം. നമ്മൾ അവിടെ ഒരു പ്ലാന്റ് ഇടുവാണെങ്കിൽ നല്ല എൻവയറമെൻറ്റ്, മീൻസ് അതിൻ്റെ കൃത്യമുള്ള എൻവയറമെൻറ്റ് കൊടുക്കുവാണെങ്കിൽ അവർ നല്ല പോലെ അവർ വളരും. അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, generation after generation after generation, it will last so long and so beautifully it will grow. അതൊരു അത്ഭുതമല്ലേ? So that is what I wanted to bring to Trivandrum. അങ്ങനെയാണ് എക്സിബിഷൻ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്സ് തുടങ്ങുന്നുണ്ട്. സോ അങ്ങനെ വെച്ചിട്ട് ഐ വോണ്ട് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ആൻഡ് ഓൾസോ ഇഫ് യു ഡോണ്ട് ഹാവ് എ ബിഗ് ഗാർഡൻ ലൈക്ക് അസ്, ഓർ ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ എ ഫ്ലാറ്റ്, നമ്മൾ പുതിയൊരു വീട് വാങ്ങിക്കുകയാണെങ്കിലോ അത് നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾക്ക് കൊണ്ട് പോകാം. ലൈക്ക് നമ്മൾ വി ജസ്റ്റ് നീഡ് നാച്ചുറൽ സൺലൈറ്റ്, ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താൽ മതി. നമ്മൾ എങ്ങനെ ഒരു ഫോറസ്റ്റിൽ പ്രകാശം വരുന്നത്, സൺ ഇസ് സെറ്റിങ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് നല്ല പോലെ ത്രൈവ് ചെയ്യും. അത് ഞാൻ പറഞ്ഞ ഫോർ ജനറേഷൻസ് ടു കം അത് അങ്ങനെ തന്നെ ഇരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നോക്കി അത്ഭുതമാവും. അതിന്റെ ഒരു മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണ് മാം വരുന്നത്? മെയിൻ്റനൻസ് വെരി സിമ്പിൾ. ഞാൻ നോർമലി ഒരു ക്ലോസ് ടെറേറിയമാണ് ഈ വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. നമ്മുടെ ക്ലോസ് ടെറേറിയംസ് ആണെങ്കിൽ വൺസ് ഇൻ എ മന്ത് ജസ്റ്റ് വെറുതെ വെള്ളം ഒഴിച്ച് ആ ലിഡ് തുറന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും ഡെഡ് ലീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതോ പ്ലാന്റ്സ് ഇങ്ങനെ നല്ലപോലെ ഗ്രോ ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് ട്രിം ചെയ്തിട്ട്, ഡെഡ് ലീവ്സ് ആണെങ്കിൽ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അത്രയും മതി. അത്രയും ചെയ്താൽ മതി. പിന്നെ വി ജസ്റ്റ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ.
ഒരു ചില്ലിനകത്ത് അല്ലെങ്കിൽ ഒരു ചില്ലുകൂടിനകത്ത് ഒരു ലോകം തന്നെ സൃഷ്ടിക്കുകയാണ് ഈ ടെറേറിയം എന്ന് പറയുന്നത്. അതെ. അപ്പോ എങ്ങനെയാണ് മാം അതിനെ, ഇതൊരു സയൻസ് ആണോ അതൊരു മാജിക് ആണോ? ഐ ഫീൽ ഇറ്റ്സ് വെരി മാജിക്കൽ അല്ലേ? ഒരു ഭയങ്കര ഒരു അത്ഭുതമുള്ള സാധനമല്ലേ? സി, ടെറേറിയം വാസ് ആക്സിഡന്റലി ഫൗണ്ടഡ്. നമ്മുടെ ഒരു വെരി ഫേമസ് ബൊട്ടാനിസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഹി വാസ് എ വെരി എമച്യൂർ ബൊട്ടാനിസ്റ്റ്, ഐ കൻ സേ. അവരുടെ പേരാണെങ്കിൽ നാഫനി ബാക്ക്ഷോ വാർഡ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ദിസ് വാസ് ഫൗണ്ടഡ് ഇൻ 1842. Can you imagine? 184 years back. ഇത് ഒരു ആക്സിഡന്റ് ഡിസ്കവറി ആയിരുന്നു. പുള്ളിക്കാരൻ എന്താ ചെയ്ത്, ഹീ ഹാഡ് മോത്ത് ഉണ്ടല്ലോ, മോത്തിന്റെ കക്കൂൺ എടുത്തിട്ട്, കക്കൂൺ മറ്റേ അത് കക്കൂൺ ഉണ്ടാക്കത്തില്ല, അപ്പോൾ ഇത് ഒരു ജാറിനകത്ത്, സീൽഡ് ജാറിനകത്ത് വെച്ചിട്ട് അതിന്റെ സബ്സ്ട്രേറ്റ് സോയിൽ എല്ലാം ഇട്ടിട്ട്, so sort of like old leaves and all, and he put the cocoon inside and he kept it. Okay, so after a week അവർ കണ്ടുപിടിച്ചു കുറച്ച് ഗ്രാസും കുറച്ച് ഫേൺസും അതൊക്കെ എല്ലാം വളരാൻ തുടങ്ങി. അപ്പോൾ ഒരു അത്ഭുതം, എങ്ങനെ അത് പറ്റുന്നത്? ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മാജിക്കൽ. സോ യെസ്, ഇറ്റ് ഈസ് എ വെരി മാജിക്കൽ പ്രോസസ് ആൻഡ് ഐ തിങ്ക് എവ്രി വൺ ഷുഡ് ലേൺ ദിസ്. ഇറ്റ്സ് വെരി വെരി നൈസ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ടു സീ. മാഡം, ഇത് എത്ര നാളായ ഒരു ടെറേറിയം ആണ്? ഇത് 1 വർഷമായി, ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയിട്ട് ഉണ്ട്. ഇതെല്ലാം ഇൻഡോർ ആണോ, നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണോ, എന്താണ് യൂസ് ചെയ്തിരുന്നത്? വി കൻ യൂസ് ബോത്ത്, രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇതിനകത്ത് സെലിജിനെല്ലാസ് ഉണ്ട്, അതൊരു പീകോക്ക് ഫേൺ പറയും. ഓക്കെ, അത് സൂര്യപ്രകാശത്തില് അത് ബ്ലൂ കളർ ആയിട്ട് പോകും. നമ്മുടെ പീകോക്കിന്റെ ബ്ലൂ ഉണ്ടല്ലോ, അങ്ങനത്തെ മാറിക്കൊടുക്കും. പിന്നെ കുറെ ഫേൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ നെർവ് പ്ലാന്റ് ഉണ്ടല്ലോ, അതും ഉണ്ട്, ഫിറ്റോണിയാസ്, അതൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ ഷോവിന് വേണ്ടിയിട്ട് ഒരു 2 റാബിറ്റും വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബേസ് ഒക്കെ നമ്മൾ എങ്ങനെയാ സെറ്റ് ചെയ്തെടുക്കുന്നത്? അതൊക്കെ എല്ലാം ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. സോയിലാണോ? സാധാരണ നമ്മുടെ സോയിലാണ്, പക്ഷെ അതിന്റെ ഒരു പ്രത്യേക പ്രൊപ്പോർഷൻ ഉണ്ട്. അതാണ് ഞാൻ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കും. അപ്പൊ മാഡത്തിന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും. യെസ്, ആൻഡ് മോർ ഓവർ എനിക്ക് അവിടെ വെച്ചിട്ട് നിർത്താനേ പാടില്ല, കുറേയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഓക്സിജൻ സപ്ലൈ അങ്ങനെയൊക്കെ തരും. അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ മാം. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, ഭംഗി, അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിന് ഉൾപ്പെടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ യൂസ് ഇൻഡോർ പ്ലാന്റ്സ് ലൈക്ക്, ബട്ട് there are only few indoor plants that you can use in this. Like I told you, mate alocasia, colocaceas, syngoniums, അതൊക്കെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം, ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഡോർ പ്ലാന്റ്സ്, നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, അതൊക്കെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആസ് ഇറ്റ് ഇസ് കുറെ സക്യുലന്റ് ആണ്, അതിന്റെ സംഭവം കുറച്ചുകൂടെ, അതിനകത്ത് കുറെ വെള്ളം ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ സോയിൽ മീഡിയം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാക്ടസ് സോയിൽ മീഡിയമിലോട്ട് നമുക്കത് ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റും. നോട്ട് ക്ലോസ് ടെറേറിയം, ഓപ്പൺ ആയിട്ട് വെക്കണം. അങ്ങനെയാണ് ഡിഫറൻസ്. ഈ ഓപ്പൺ ടെറേറിയത്തിന്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണ്? അത് എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം, എല്ലാ ദിവസവും മിസ്റ്റിംഗ്. നോർമൽ യൂഷ്വൽ പ്ലാന്റ്സ് നമ്മൾ കെയർ ചെയ്യുന്നു. യെസ്, അതാണ് പ്രത്യേകം. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ടെറേറിയം ഓൾമോസ്റ്റ് 1 year ആയതാണ്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാമിന്റെ കാണാൻ. നമുക്കതൊക്കെ കണ്ടിട്ട് വരാം. ഇതെല്ലാം നമ്മൾ അവിടെ കണ്ടില്ലേ, സെയിം തിങ് ഇങ്ങനെ വളർന്നു അവിടെ കണ്ട സെയിം തിങ്. ഇത് ഞാൻ പറഞ്ഞ പ്രകാശത്തിൽ ഫുൾ ഗ്രീൻ ആയിട്ട്, പീകോക്ക് ഗ്രീൻ ആയിട്ട് മാറി. മോസ്റ്റ് പ്ലാന്റ്സ് ഞാൻ മിക്കവാറും ഇന്തോനേഷ്യ, ഇതിന്റെ റൂട്ട്സ് ഗ്രോ ചെയ്ത്, സീ ദ റൂട്ട്സ് ഹാങ്ങിങ് ലൈക്ക് ദാറ്റ്. നല്ല ഭംഗിയുണ്ട്. ലൈക്ക് ഇതിനകത്ത് ഫുൾ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. ഇത് ഈ ഡ്രൈഡ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി.
ഈ വരുന്ന 25th കവടിയാർ സ്റ്റൈൽ പ്ലസിൽ മാമിൻ്റെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഈവനിങ് 4 to 7 PM ആയിരിക്കും. അപ്പം എല്ലാവരും വന്ന് ഈ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും വന്നത് സക്സസ്ഫുൾ ആക്കി തരിക. അപ്പം താങ്ക് യു മാം, ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിനും മാഡത്തിൻ്റെ പാഷനും ആ ഒരു സർവീസ് ലൈഫും ഒക്കെ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.